നമസ്കാരം. കേവോട്ട് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. തിരുവനന്തപുരത്തെ ഏറ്റവും പ്രസിദ്ധമായ ത്രികോണ പോരാട്ടം നടക്കുന്ന ഇടം മറ്റൊന്നുമല്ല, വട്ടിയൂർക്കാവാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും പ്രത്യേകതകളുള്ള നിയമസഭാ മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. ഏറ്റവും നഗര കേന്ദ്രീകൃതമായ മണ്ഡലമാണ്. കേരളത്തിലെ 139 മണ്ഡലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു രാഷ്ട്രീയം പറയുന്ന, മറ്റൊരു വികസന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന മണ്ഡലം എന്നതുകൂടിയാണ് വട്ടിയൂർക്കാവിന്റെ പ്രത്യേകത. പൂർണ്ണമായും നഗര കേന്ദ്രീകൃതമായ മണ്ഡലം. വോട്ടർമാരിൽ വലിയൊരു ശതമാനം സർക്കാർ ജീവനക്കാർ, മധ്യവർത്തിയിലുള്ള ആളുകൾ, ഇങ്ങനെ നഗര വിഷയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ള ഏറെ പ്രത്യേകതകളുള്ള മണ്ഡലം എന്നതാണ് വട്ടിയൂർക്കാവിന്റെ ചുരുക്കം. അരുണേ, അത് തന്നെയല്ലേ വട്ടിയൂർക്കാവിന്റെ പ്രത്യേകത? തീർച്ചയായിട്ടും വട്ടിയൂർക്കാവ് അത് തന്നെയാണ്. ഒരു ചെറിയൊരു ഭാഗം ഗ്രാമീണ മേഖല, അത് ഈ കരകുളം പഞ്ചായത്തോടൊക്കെ ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളുണ്ടെങ്കിൽ പോലും ഒരു നഗര കേന്ദ്രീകൃതമായ ഒരു നിയമസഭാ മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. വട്ടിയൂർക്കാവ് മറ്റൊരു പ്രത്യേകത, വട്ടിയൂർക്കാവ് ഏത് മുന്നണിയും ഭരിക്കാൻ തയ്യാറായ ആ ഒരു മനസ്സുള്ള ഒരു മണ്ഡലം കൂടിയാണ്. ദീർഘനാൾ കോൺഗ്രസിന്റെ നേതാക്കൾ, പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ജി കാർത്തികൻ ഉൾപ്പെടെയുള്ള ഇതിന്റെ പഴയ രൂപത്തിൽ നോർത്തിൽ ജി കാർത്തികൻ ഉൾപ്പെടെ MLA ആയിരുന്നു. ഹാട്രിക് വിജയം എം വിജയകുമാർ എന്ന അന്ന് CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട യുവ നേതാവ്, ഇപ്പോഴത്തെ സംസ്ഥാന സമിതി അംഗം വിജയകുമാർ അങ്ങനെ വിജയിച്ച ഒരു മണ്ഡലം. അതിനുശേഷം വട്ടിയൂർക്കാവ് ആകുമ്പോൾ അവിടെ കെ മുരളീധരൻ ആദ്യ പ്രതിനിധിയായി വരുന്നു. വീണ്ടും 2014 അദ്ദേഹം വിജയിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി മുരളീധരൻ വടകരയിലേക്ക് പോകുമ്പോഴാണ് ഉപതെരഞ്ഞെടുപ്പ് വരികയും അവിടെ ഇപ്പോഴത്തെ MLA VK പ്രശാന്ത് പിടിച്ചെടുക്കുകയും ചെയ്തത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വലിയ ഭൂരിപക്ഷം നിലനിർത്തി. അങ്ങനെ BJP-ക്ക് 2ാം സ്ഥാനം തുടർച്ചയായി നൽകിയിട്ടുള്ള മണ്ഡലമാണ്. BJP-യും മാറ്റി നിർത്തുന്ന മണ്ഡലമല്ല. വലിയ പ്രതീക്ഷ BJP-ക്ക് നൽകാനുള്ള കാരണവും അതുതന്നെയാണ്. അങ്ങനെ 3 മുന്നണികൾക്കും ഒരുപോലെ പ്രതീക്ഷയുള്ള വലിയ വലിയ സ്വപ്നങ്ങളുള്ള മണ്ഡലം തന്നെയാണ് വട്ടിയൂർക്കാവ്. അതിന്റെ സ്വഭാവം പലപ്പോഴും പല തരത്തിലും അതാണ് ചിത്രം. അപ്പോൾ ഇത്തവണ 2026 നിയമസഭാ പോരിനൊരുങ്ങുമ്പോൾ ഒരിടത്ത് കെ മുരളീധരനുണ്ട്, VK പ്രശാന്ത് ഉണ്ട്, മറ്റൊന്ന് R ശ്രീലേഖയാണ്. എന്തുകൊണ്ടും വട്ടിയൂർക്കാവിന്റെ ജനവിധി കേരളം ചർച്ച ചെയ്യപ്പെടുന്നതാണ് എന്ന് ഉറപ്പമാണ്. പൂർണ്ണമായും നഗര കേന്ദ്രീകൃതമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ ഈ നഗരത്തിന്റെ ഭാഗമായ, ഈ മണ്ഡലത്തിന്റെ ഭാഗമായ ഒരിടത്താണ് നിൽക്കുന്നത്. നോക്കൂ, ഞങ്ങൾക്ക് പിന്നിൽ AKGയുടെ പ്രതിമയുണ്ട്. കേരളത്തിന്റെ ജനാധിപത്യ പോരാട്ടത്തിന്റെ ഒരാൾരൂപം, അങ്ങനെ തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഇന്ന് വട്ടിയൂർക്കാവിന്റെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ സുപ്രധാനമായ ഒരു ഇടം കൂടിയായി ഇത് മാറുകയാണ്. എന്തായാലും വട്ടിയൂർക്കാവിന്റെ ജനവികാരം, അതിന്റെ സാഹചര്യങ്ങളാണ് ഞങ്ങളിപ്പോൾ വോട്ടർമാരും സാധാരണ പ്രവർത്തകരുമായി പങ്കിടാൻ ശ്രമിക്കുന്നത്. അതിനുമുമ്പ് ഒരു ചെറിയ കാര്യം, അരുൺ, തൊട്ടു മുമ്പ് കോർപ്പറേഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതാണ്. ആ പോരാട്ട ചിത്രം എന്തായിരുന്നു വട്ടിയൂർക്കാവിലേത്? യഥാർത്ഥത്തിൽ അവിടെ കോൺഗ്രസിന്, BJP-ക്ക്, LDF-ന് പ്രതീക്ഷ നൽകുന്ന എന്തൊക്കെ കണക്കാണ് ഇവിടുത്തെ? എന്തുകൊണ്ട് വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ മത്സരിക്കാൻ വന്നു എന്ന് തന്നെ ആദ്യം പരിശോധിക്കേണ്ട കാര്യമുണ്ട്. കാരണം 2 തവണ ഒരു ഉപതെരഞ്ഞെടുപ്പിലും പൊതുതെരഞ്ഞെടുപ്പിലും CPM വിജയിച്ച മണ്ഡലത്തിൽ അവിടെ ഒരു ഫൈറ്റിന് വേണ്ടി മുരളീധരൻ വരണമെങ്കിൽ അതിന് അദ്ദേഹം ഒരു കളമൊരുക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അതിന്റെ പ്രതീക്ഷകളുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ തിരുവനന്തപുരം നഗരസഭയുടെ ചുമതലയായിരുന്നു മുരളീധരന്. അദ്ദേഹം അതൊരു ലിറ്റ്മസ് ടെസ്റ്റായിട്ട്, ഒരു പരീക്ഷണശാലയായി കോർപ്പറേഷൻ ശേഷം കണ്ടു എന്ന് കരുതുന്നത് ഏറെയാണ്. അവിടെ അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസം നൽകിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കോൺഗ്രസ് നടത്തിയ മുന്നേറ്റമാണ്. 9 വാർഡുകളിൽ കോൺഗ്രസ് ജയിക്കാനായി. CPM ആകട്ടെ എഴുതുമ്പോഴായിട്ട് 4 വാർഡിൽ ഒതുങ്ങി. BJP 11 വാർഡ് സ്വാഭാവികമായും ഭരണം പിടിക്കാൻ അവർക്ക് സഹായിച്ച വട്ടിയൂർക്കാവ് കൂടിയാണ്. 11 വാർഡുകളുണ്ടെങ്കിൽ പോലും 9 വാർഡുകളിലേക്ക് കോൺഗ്രസ് കുതിച്ചു കയറിയത് തന്നെയാണ് മുരളീധരൻ. ഒരു വലിയ റിസ്ക്കാണ് അദ്ദേഹം എടുക്കുന്നത്. ഇപ്പോഴും വലിയ ചർച്ചകളുണ്ട്. മുരളീധരൻ എന്തിനും ഇവിടെ വരണം, തിരൂർ സെൻട്രലിൽ മത്സരിക്കാമായിരുന്നു, വടക്കോട്ട് എവിടെയെങ്കിലും പോയി സുരക്ഷിത മണ്ഡലം തേടാമായിരുന്നു. പക്ഷേ മുരളിക്ക് വലിയ പ്രതീക്ഷ നൽകിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നടത്തിയ മുന്നേറ്റമാണ്. CPM-ന്റെ പ്രതീക്ഷ VK പ്രശാന്ത് എന്ന ജനപ്രതിനിധിയിലാണ്. CPM വിരുദ്ധ വോട്ടുകൾ പോലും സമാഹരിക്കാൻ കഴിയുള്ള ആയിരത്തെ വീട്ടിലെ പയ്യൻ, നമ്മുടെ സ്വന്തം പയ്യൻ എന്നൊക്കെ ഒരു ഇമേജുള്ള പഴയ മേയർ ബ്രോ, ആ പ്രതീക്ഷ. BJP-ക്ക് അവർക്ക് അടിസ്ഥാന വോട്ടുകൾ നേരത്തെ തന്നെയുള്ള ഒരു മണ്ഡലം, 2 തവണ രണ്ടാമത്തെ മണ്ഡലം, അത് BJP-യും ആ ഒരു പ്രതീക്ഷയ്ക്ക് അവരെയും കൊണ്ട് എത്തിച്ചിരിക്കുന്നു. ഏതായാലും അതുതന്നെയാണ് മണ്ഡലത്തെ തീർത്തും അപ്രവചനീയമായി മാറ്റുന്നത്. അതാണ് സാഹചര്യം. എന്തായാലും ഞങ്ങൾ ഇവിടെ ഈ വോട്ടർമാരുമായും പ്രവർത്തകരുമായും സംവാദിക്കാൻ വരുമ്പോൾ തന്നെയാണ് കെ മുരളീധരൻ UDF സ്ഥാനാർത്ഥിയുടെ വാഹന പര്യടനം ഇതിനെ കടന്നു പോവുകയാണ്. വലിയ ആംബിയൻസ് ആണ് മുരളീധരനെ സംബന്ധിച്ച് കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരമാണ്. കാരണം MP സ്ഥാനം അദ്ദേഹം കഴിഞ്ഞ തവണ അദ്ദേഹത്തിന്റെ തൃശൂരെ അനുഭവം ഉണ്ടായതാണ്. അപ്പോൾ നീതി ലഭിച്ചില്ല തനിക്ക് പാർട്ടിക്കുള്ളിൽ എന്ന് വിശ്വസിക്കുന്ന മുരളീധരന് തിരിച്ചുവരവിന് വേദിയൊരുക്കിയ വലിയ ആലോചനകൾക്കൊടുവിൽ തെരഞ്ഞെടുക്കപ്പെട്ട മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അപ്പോൾ വട്ടിയൂർക്കാവ് ഇത്തവണ മുരളീധരനെ തുണയ്ക്കുമോ എന്ന വലിയ പ്രസക്തമായ ചോദ്യത്തിന് കൂടി ഉത്തരമുണ്ട്. മുരളീധരന്റെയും ഒപ്പം 3 സ്ഥാനാർത്ഥികളുടെയും മറ്റ് 2 സ്ഥാനാർത്ഥികളുടെയും പ്രചരണങ്ങൾ കൊടുക്കുകയാണ്. നമുക്കെന്തായാലും ഞങ്ങൾക്കൊപ്പമുള്ളത് വട്ടിയൂർക്കാവിലെ വലിയൊരു വോട്ടർമാര്, സാധാരണ പാർട്ടി പ്രവർത്തകരുമാണ്. എന്താണ് വട്ടിയൂർക്കാവിന്റെ പൊതുവായ ജനവികാരം, എന്താണ് ഇവിടുത്തെ സാഹചര്യം എന്ന കാര്യം കൂടി നമുക്ക് നോക്കാം.
ഞങ്ങൾ വട്ടിയൂർക്കാവിന്റെ രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ കെ മുരളീധരനെ സംബന്ധിച്ച്, ആർ ശ്രീലേഖയെ സംബന്ധിച്ച്, വി കെ പ്രശാന്തിനെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയത്തിൽ, അവരുടെ രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടത്തിലെ ഒരു നിർണായക തെരഞ്ഞെടുപ്പാണെന്നതാണിത്. പൂർണ്ണമായും നഗര കേന്ദ്രീകൃതമായ മണ്ഡലമാണ്. പൊതുവിൽ ഈ മണ്ഡലം കേരളത്തിന്റെ ബാക്കി 139 ഇടങ്ങളെക്കാൾ വ്യത്യസ്തമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരിടമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെയാണോ? കേരളത്തിന്റെ അതേ പരിച്ഛേദം തന്നെയാണോ ഇവിടെയും? ഇല്ല, വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന ചർച്ച വികസനത്തെ കേന്ദ്രീകരിച്ച് തന്നെയാണ്. കഴിഞ്ഞ 6 വർഷമായി, സത്യത്തിൽ 6 വർഷം മുമ്പ് വി കെ പ്രശാന്ത് MLA ആവുന്ന ഘട്ടത്തിൽ ഈ മണ്ഡലത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. റോഡുകൾ ഏതാണ്ട് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, വികസനത്തിന് വേണ്ടി കേഴുന്ന ജനം. സത്യത്തിൽ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 1 വർഷത്തിലേറെ കാലം സമരം നടന്നുകൊണ്ടിരിക്കുന്ന അത്തരത്തിൽ വികസനത്തിന് വേണ്ടി വലിയ തോതിൽ ദാഹിക്കുന്ന ഒരു ഘട്ടത്തിലാണ് വളരെ മികച്ച നിലയിൽ മേയർ എന്ന നിലയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ MLA തെരഞ്ഞെടുക്കപ്പെടുകയും MLA ആയി മാറുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രതീക്ഷ ആ ഘട്ടത്തിൽ MLA ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ഘട്ടത്തിൽ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ച നഗരത്തെ എങ്ങനെ മുന്നോട്ട് നയിച്ചു പോകും, അതേ നിലയിൽ നമ്മുടെ മണ്ഡലത്തെ മുന്നോട്ട് നയിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷയുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അക്ഷരാർത്ഥത്തിൽ ആ പ്രതീക്ഷ നമുക്ക് സാർത്ഥകമാകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ ഈ മണ്ഡലത്തിൽ വികസനം കൊണ്ടുവന്ന MLA തുടർന്ന് അധികാരത്തിൽ എത്തിക്കണം എന്ന നിലയിൽ തന്നെയാണ് നമ്മുടെ മണ്ഡലത്തിൽ ചർച്ച പുരോഗമിക്കുന്നത് എന്നാണ് എന്റെ. നമ്മൾ ഈ കേരള രാഷ്ട്രീയം പൊതുവിൽ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ചിലയിടങ്ങളിൽ MLAയുടെ വികസനവും പ്രവർത്തനവും വിലയിരുത്തും. പക്ഷേ അതിനുമപ്പുറം സംസ്ഥാന രാഷ്ട്രീയം എന്താണെന്നൊരു പ്രതിഫലനം കൂടി വരുമല്ലോ. ആ ഒരു പ്രതിഫലനം വട്ടിയൂർക്കാവിലുണ്ടോ എന്നും കൂടി പരിശോധിക്കണ്ടേ? തീർച്ചയായിട്ടും സംസ്ഥാന രാഷ്ട്രീയവും വട്ടിയൂർക്കാവിന്റെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കും വളരെ. കാരണം പ്രധാനപ്പെട്ട നേതാവ് മുരളീധരനെ പോലെ നേതാവ് മത്സരിക്കുമ്പോൾ തന്നെ, വി കെ പ്രശാന്തിനെ പോലെ 2 തവണ MLA ആൾ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാന രാഷ്ട്രീയം കൂടി ചർച്ച ചെയ്യപ്പെട്ടു പോകുന്ന ഉറപ്പാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ ഇവിടെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. ഈ മുരളീധരൻ ശരിക്കും ഈ മണ്ഡലത്തെ ഇട്ടിട്ട് പോയ ആളെന്നൊരു വിമർശനം പലപ്പോഴും CPM നേതാക്കളൊക്കെ ഉന്നയിക്കാറുണ്ട്. അദ്ദേഹം കാരണം ഒരു MLA ആയിരിക്കുമ്പോഴാണ് മണ്ഡലം വിട്ട് വലിയ സ്വപ്നങ്ങൾ തേടി വടകരയിലേക്ക് പോയതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മേയറായ ആള് ആ നഗരത്തെ മൊത്തം വിട്ടിട്ടല്ലേ വീണ്ടും വട്ടിയൂർക്കാവിലേക്ക് വന്നത്? അതും ഇട്ടിട്ട് പോയതല്ലേ? അതുമല്ല, അതായത് പാർട്ടി പറയുന്നത് എല്ലാ കാലത്തും അനുസരിക്കുന്ന ഒരാളാണ് ശ്രീ കെ മുരളീധരൻ സാർ. അപ്പൊ അദ്ദേഹം അവർ പാർട്ടിയെ അനുസരിച്ചു എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. അത് ഇട്ടിട്ട് പോയി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ നിന്ന് വടകരയിൽ പോയപ്പോഴും ഈ വട്ടിയൂർക്കാവിലുള്ള ജനങ്ങളെ എന്ത് കാര്യത്തിനും എന്താവശ്യത്തിനും സാർ വരികയും സാറിനെ കാണാനും എല്ലാം ഉള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇട്ടിട്ട് പോയി എന്ന് പറയുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. ശരിക്കും റിസ്ക് അല്ല അദ്ദേഹം ഇപ്പൊ ഏറ്റെടുക്കുക. കാരണം ഒരു സിറ്റിംഗ് സീറ്റിൽ വന്ന് മത്സരിക്കാനുള്ള ധൈര്യം എന്താണ് അദ്ദേഹത്തിന്റെ ആ ധൈര്യം? കാരണം അദ്ദേഹം ഈ വട്ടിയൂർക്കാവിലെ ജനങ്ങളെ അത്രത്തോളം വിശ്വസിക്കുന്നുണ്ട്. അത് തന്നെയാണ് അദ്ദേഹം എല്ലാ കാലത്തും വട്ടിയൂർക്കാവ് ജനങ്ങൾ അവരെ നെഞ്ചോട് ചേർക്കും എന്നുള്ള വിശ്വാസം അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ട്. ആ വിശ്വാസം ജനങ്ങൾ തിരിച്ചും അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്. അത് 100% ജനങ്ങൾ ഈ ഇലക്ഷന് കാണിക്കും. 9-ാം തീയതിയിലുള്ള തിരഞ്ഞെടുപ്പിൽ സാറിന് വൻപിച്ച ഭൂരിപക്ഷം തന്നെ എല്ലാവരും വോട്ട് ചെയ്യും എന്നുള്ള വിശ്വാസം തന്നെയാണ് സാർ ഇവിടെ മത്സരിക്കുന്നത്. അതാണ് എന്തായാലും ആ ഒരു സാഹചര്യമാണുള്ളത്. ഈ വട്ടിയൂർക്കാവിന്റെ പൊതുരാഷ്ട്രീയം പറയുമ്പോൾ നമുക്കറിയാം, ത്രികോണ പോരാട്ടത്തിൽ കേരളത്തിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഇടമായി അറിയപ്പെട്ട സ്ഥലം വട്ടിയൂർക്കാവാണ്. അതിനുശേഷമാണ് മറ്റ് മണ്ഡലങ്ങളൊക്കെ ആ രൂപത്തിലേക്ക് വരുന്നത്. ഈ വട്ടിയൂർക്കാവിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ LDFന്റെ ആയാലും UDFന്റെ ആയാലും BJPയിലായാലും വിജയം നിശ്ചയിക്കുന്നതിൽ മൂന്നാമത്തെ കക്ഷി പിടിക്കുന്ന വോട്ട് എത്ര ശതമാനം എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അപ്പം വി കെ പ്രശാന്തിന്റെ വിജയത്തിന് BJP എത്ര വോട്ട് പിടിക്കും എന്ന ഒരു കണക്കെടുക്കേണ്ട സാഹചര്യം കൂടി യഥാർത്ഥത്തിൽ ഇവിടെ ഇല്ലേ? തീർച്ചയായിട്ടും ഇപ്പോ BJPയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം. ഇപ്പോ കേരളത്തിലെ ജനങ്ങൾ വിദ്യാസമ്പന്നരാണ്. തീർച്ചയായിട്ടും അവർക്ക് വർഗീയ രാഷ്ട്രീയം എന്താണെന്നുള്ളത് തിരിച്ചറിയാനുള്ള ബോധമുണ്ട്. അതിനനുസരിച്ച് തന്നെ അവർ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തും. അപ്പോ കേരള സ്റ്റോറി പോലെ ഇല്ലെങ്കിൽ ഇതുപോലുള്ള വർഗീയ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ട് വോട്ട് പിടിക്കാൻ പോകുന്നൊരു സംഘടന അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, അതിനെ തീർച്ചയായിട്ടും ജനങ്ങൾ ആ ഒരു രീതിക്ക് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ അത് തീർച്ചയായിട്ടും വട്ടിയൂർക്കാവ് മണ്ഡലത്തിലും കൃത്യമായിട്ട് പ്രതിഫലിക്കും. വി കെ പ്രശാന്ത് വളരെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി, കുറഞ്ഞ ഒരു 27,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടിയെങ്കിലും വി കെ പ്രശാന്ത്. നിങ്ങൾ വട്ടിയൂർക്കാവിൽ പ്രശാന്തിന്റെ പ്രകടനം മികച്ച, ഇതെല്ലാം നിങ്ങൾ പ്രശാന്ത് ഫാൻസ് ആണ് ഇവിടെ ഉള്ളവരെല്ലാവരും. അവിടെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അതായത് ഈ നിലവിലുള്ള MLAക്ക് എത്ര വികസന പദ്ധതികൾ മുന്നോട്ട് വെക്കാറുണ്ടെങ്കിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിലവിൽ സർക്കാരിനെതിരായ ഒരു വികാരമുണ്ടെങ്കിൽ അതുകൂടി പ്രതിഫലിക്കുന്നതാവില്ലേ തെരഞ്ഞെടുപ്പ്? അത് ഇവിടുത്തെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.